വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഗഡ്കരിയും താനുമൊക്കെ അപമാനം നേരിട്ട് ഏറ്റുവാങ്ങുന്നവരാണ് എന്ന് പറയാതെ പറയുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി കൂടിയായ രാജ്നാഥ് സിംഗ്. മന്ത്രിസഭയിൽ മോദിയോളം തലപ്പൊക്കമുള്ള ആൾ എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരുന്നാലും അത് അനുവദിച്ചുകൂടാ. BJPയിൽ രാജ്നാഥ് സിംഗ് ദേശീയ തലത്തിൽ അറിയപ്പെടുമ്പോൾ മോദി വെറും ഗുജറാത്തിലെ മുഖ്യമന്ത്രി മാത്രമായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയേക്കാൾ എത്രയോ ഉയരത്തിലായിരുന്നു രാജ്നാഥ് സിംഗും സുഷമ സ്വരാജുമൊക്കെ അദ്വാനിയോടൊപ്പം ലോക്സഭയിൽ സാമാജികരായി ഇരുന്നത്. അവരെയാണ് ദേശീയ നേതൃത്വം അംഗീകരിച്ചിരുന്നത്. ആ കാലമൊക്കെ പോയിരിക്കുകയാണ്. BJPയെ മോദിയും അമിത്ഷായും ഹൈജാക്ക് ചെയ്തെടുത്തപ്പോൾ വാസ്തവത്തിൽ പല അദ്വാനി പക്ഷക്കാരുടെയും പ്രാധാന്യം തന്നെ കുറഞ്ഞു. വസുന്ധരയെ പോലുള്ളവരെയും നിതിൻ ഗഡ്കരിയെ പോലുള്ളവരെയുമൊക്കെ തഴഞ്ഞു. ഗഡ്കരിയെ പരമാവധി തഴയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഗഡ്കരി ഒരു അദ്വാനി പക്ഷക്കാരനാണ്. എന്നിട്ടും ഗഡ്കരിയെ അപമാനിച്ച് കൂടെ നിർത്തുന്നതിന് കാരണം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും ഗഡ്കരിക്കുള്ള സ്വാധീനമൊന്നും ദേവേന്ദ്ര ഫഡ്നാവിസ് നേടിയെടുത്തിട്ടില്ല എന്ന BJPയുടെ ഉത്തമ ബോധ്യം കൊണ്ടാണ്. കേന്ദ്രമന്ത്രിസഭയിലെ അഴിമതിവീരനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ വാസ്തവത്തിൽ രാജിവെച്ചൊഴിയേണ്ട സാഹചര്യമാണ്. നിർമ്മല സീതാരാമനും ധർമ്മേന്ദ്ര പ്രധാനുമൊക്കെ കൃത്യമായും ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. എന്നിട്ടും ഇത്തിൽ കണ്ണികളെപ്പോലെ അവർ അധികാരത്തിനു വേണ്ടി തുടരെ വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മോശമായ പാർലമെന്ററി കാര്യമന്ത്രിയാണ് കിരൺ റിജിജു. രാജ്നാഥ് സിംഗ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ്. നിതിൻ നബീനെയൊന്നും ഒരു കാര്യവും പറഞ്ഞിട്ട് ഒരു വിഷയവുമില്ല. കാരണം JP നദ്ദയേക്കാൾ കഴിവുകെട്ടവനാണ് നിതിൻ നബീൻ. മോദിയുടെയും അമിത്ഷായുടെയും കയ്യിലെ വെറും കളിപ്പാവ് മാത്രമാണ് നിതിൻ നബീൻ. BJPയെ ഉണർത്താൻ ദേശീയ പട്ടം കൊടുത്ത് അംഗീകരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഈ രാജ്യത്തെക്കുറിച്ച് അറിയില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് നിതിൻ നബീൻ. ഏതായാലും രാജ്നാഥ് സിംഗ് പല കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. തൻ്റെ കോട്ടയായ UPയിൽ നടക്കുന്ന അഴിമതികൾ രാജ്നാഥ് സിംഗിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അയോധ്യയിലെ കൊള്ള അങ്ങനെ ഇങ്ങനെയൊന്നും പൊറുക്കാവുന്നതോ ക്ഷമിക്കാവുന്നതോ അല്ല. രാമജന്മഭൂമി എന്നൊക്കെ പറഞ്ഞ് വലിയ സംഘർഷം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇന്നും ഖേദിക്കുകയാണ് പല BJP നേതാക്കളും. ഇങ്ങനെയുള്ള കാട്ടുകള്ളന്മാർക്ക് വേണ്ടിയായിരുന്നോ തങ്ങൾ വഴിയൊരുക്കിയത് എന്ന ചോദ്യവും അവർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്.